മുകളിലോട്ടല്ലേ? അപ്പൊ അങ്ങോട്ട് വാ. ഹലോ ഗൈസ്, വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ ഒരേ തോന്നൽ. എല്ലാവരും പോണല്ലേ മൂന്നാർക്കല്ല, പകരം ഞങ്ങൾ പോയത് മലയാറ്റൂർക്ക്. പ്ലാന്റേഷൻ വഴി മലയാറ്റൂർക്ക് പോകുന്ന വഴിക്കാണ് ഈ ചെറിയ ചായക്കടയുള്ളത്. ഈ ചായക്കട ഇരിക്കുന്ന ഈ സ്ഥലം ഉണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് 2 ചായ മേടിച്ചു. ഈ കാടമുട്ടയുടെ തൊണ്ടുകളെല്ലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഒരു കോഴിമുട്ട ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് ഇവിടുത്തെ പ്രത്യേക മുളക് ചമ്മന്തി ഞങ്ങൾ തേച്ചങ്ങോട്ട് കഴിക്കുക. ഒരാവശ്യത്തിന് ഒരുപാട് മുളകൊന്നും വരിയിടാൻ നിൽക്കണ്ട, നല്ല എരിവ്. ഇതൊന്നും അറിയാത്ത ഒരാൾ ഇവിടെ ശവാസനത്തിലാണ്. അങ്ങനെ ആകെ ഇവിടെ ചെലവായത് 45 രൂപ. എത്ര വർഷം കഷ്ടപ്പെട്ടാൽ ആ ടാങ്ക് ഒന്ന് അറിയാമെന്നായിരുന്നു പിന്നെ ഞങ്ങളുടെ ചിന്ത. അങ്ങനെ ചായ കുടിച്ച് നേരെ പോയത് മലയാറ്റൂർ തടാകത്തിന്റെ അവിടെ. അപ്പുറം ഇപ്പുറം വെള്ളം, നടുക്കുള്ള റോഡ്. എന്ത് രസാലും ഇങ്ങനെ പോകാൻ. പിന്നെ ഇവിടെ പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അത്യാവശ്യം കായികാധ്വാനം വേണ്ട പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഈ ഉപ്പിലിട്ട് കടയിലേക്ക്. അങ്ങനെ കുറച്ച് ഉപ്പിലിട്ട് പാഴ്സൽ മേടിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് ഒരു കിട്ടുന്ന സ്ഥലത്തേക്കാണ്. മലയാറ്റൂരിൽ നിന്ന് വരുമ്പോൾ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് തട്ടുപാറയിലെത്താം. പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല അടിപൊളി വ്യൂ ഉള്ള പാറമടയൊക്കെ കാണാം. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഈ 2 വഴിയാണ് നടക്കത്തിട്ട് ഇവർ പറയാം ഞങ്ങൾ സ്ഥലം മാത്രമല്ല കറക്റ്റ് ആരോമാർക്ക് ഏതൊരു സമയത്തും കീറി കളഞ്ഞു. അങ്ങനെ ഇല്ലാത്ത ബുദ്ധി വെച്ച് ആ ആരോമാർക്ക് മുകളിലോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ കൃത്യമായിട്ട് വഴി തെറ്റി തിരിച്ചു. എന്റെ പൊന്നു ഗൂഗിളേച്ചി, ഒരു കാര്യം എടുത്ത് കുറച്ച് ആത്മാർത്ഥം കാണിക്കണം. എല്ലാ വഴി അറിയാന്നുള്ള അഹങ്കാരം ഒന്നും പാടില്ല. അങ്ങനെ ഞങ്ങൾ തട്ടുപാറ വ്യൂ പോയിന്റിലെത്തി. വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് ഇത്. ഉപ്പിലിട്ടതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. മഞ്ഞപ്ര അയ്യമ്പുഴയ്ക്ക് അടുത്താണ് ഈ തട്ടുപാറ പള്ളിയും വ്യൂ പോയിന്റും ഉള്ളത്. തോമസ് ലേഹ വിശ്രമിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയും ഇവിടെ കാണാട്ടോ. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സൺറൈസോ സൺസെറ്റോ കുറച്ച് ഹരിതാപം പച്ചപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റിയ കിട്ടിലൻ സ്ഥലമാണ് കേട്ടോ ഈ തട്ടുപാറ. തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴാണ് പള്ളിയുടെ സൈഡിൽ വെച്ചാൽ ഈ ഐസ്ക്രീം പെട്ടി ഞങ്ങൾ കഴിച്ചതിന് ശേഷം കവറൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിയാതെ കൃത്യം ആ കൊട്ടയിലിട്ട് ഞങ്ങൾ മാതൃകയായി. തിരിച്ചു പോയ വഴിയും കൃത്യമായിട്ട് തെറ്റിയപ്പോഴാണ് ഗൂഗിൾ മാപ്പ് അല്ല എന്റെ കൂടെ വന്നവളെ കാരണം മനസ്സിലായി. മാപ്പ് നോക്കി എനിക്ക് മാപ്പ് നോക്കാൻ അറിയില്ല.